നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചരിത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ ഏകദേശം 600 വർഷം നീണ്ടുനിന്ന ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഒന്നിനു പുറകെ ഒന്നായി വന്ന ഈ 3 ശക്തരായ സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ തങ്ങളുടേതായൊരു മുദ്ര പതിപ്പിച്ചത്? അവരുടെ ഉദയവും അസ്തമയവും ആ കാലത്തെ ലോകത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? ശരി, നമുക്കതിനുള്ള ഉത്തരം കണ്ടെത്താം. ഇതാണ് നമ്മുടെ യാത്രയുടെ ഒരു റോഡ് മാപ്പ്. ഫാത്തിമിദികളിൽ തുടങ്ങി അയ്യൂബിദികളിലൂടെ കടന്നുപോയി മംലുക്കുകളിൽ അവസാനിക്കുന്ന ഒരു ടൈം ലൈൻ. ഓരോ രാജവംശവും എപ്പോഴാണ് അധികാരത്തിൽ വന്നതെന്നും എപ്പോൾ അവസാനിച്ചുവെന്നും ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഫാത്തിമിദികളിൽ നിന്നാണ്. അക്കാലത്തുണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകദേശം 2 നൂറ്റാണ്ടിലേറെ കാലം നിലനിന്ന ഒരു പുതിയ ശക്തമായ ഖിലാഫത്ത് സ്ഥാപിച്ചത് അവരായിരുന്നു. സംഭവം തുടങ്ങുന്നത് 909 സിഇയിൽ വടക്കേ ആഫ്രിക്കയിലാണ്. അവിടെ നിന്നാണ് ഫാത്തിമിദുകൾ വളർന്നു വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈജിപ്തും സിറിയയും അറേബ്യൻ ഉപദ്വീപിന്റെ ചില ഭാഗങ്ങളുമൊക്കെ കീഴടക്കി അവർ ഇസ്ലാമിക ലോകത്തെ ഒരു പ്രധാന രാഷ്ട്രീയ മതശക്തിയായി മാറി. എന്നാൽ ഈ രാജവംശത്തിന്റെ തലനുഷ്ട തന്നെ മാറ്റിക്കുറിച്ചത് അൽ മുഴീസ് എന്ന ഒരൊറ്റ ഭരണാധികാരിയുടെ വരവോടെയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഫാത്തിമീദുകൾ അതിന്റെ പ്രതാപത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. വർഷം 969. ഇതൊരു നിർണായക വർഷമായിരുന്നു. കാരണം ഈ വർഷമാണ് അൽ മുയിസ് ഈജിപ്റ്റ് കീഴടക്കുന്നത്. അതോടൊപ്പം ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു പുതിയ തലസ്ഥാന നഗരത്തിന് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു. അതെ, അൽ മുയിസ് സ്ഥാപിച്ച ആ പുതിയ തലസ്ഥാനം ലോകചരിത്രത്തിൽ തന്നെ വലിയൊരു സ്ഥാനം നേടിയ കൈറോ ആയിരുന്നു. അത് ഫാത്തിമിദ് സാമ്രാജ്യത്തിന്റെ ഹൃദയമായി മാറി. വരും നൂറ്റാണ്ടുകളിൽ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്തു. ഫാത്തിമിദുകളുടെ ശക്തി പതിയെ കുറഞ്ഞു വന്നപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സൈനിക നേതാവിന്റെ കീഴിൽ ഒരു പുതിയ രാജവംശം ഉദയം ചെയ്തു. അതാണ് അയ്യൂബിദുകൾ. 1171 സ്വലാഹുദ്ദീൻ, അതായത് പാശ്ചാത്യലോകം സലാഡിൻ എന്ന് വിളിക്കുന്ന ആള്, ഈജിപ്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതോടുകൂടി ഫാത്തിമിദ് ഭരണം പൂർണ്ണമായി അവസാനിക്കുകയും അയ്യൂബിദ് രാജവംശത്തിന് തുടക്കമാവുകയും ചെയ്തു. സലാഹുദ്ദീന്റെ ഭരണകാലം എന്നു പറഞ്ഞാൽ അത് യൂറോപ്യൻ കുരിശുയുദ്ധക്കാരുമായുള്ള നിരന്തരമായ പോരാട്ടങ്ങളുടെ കാലം കൂടിയായിരുന്നു. അതിൽ തന്നെ 1187 എന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വർഷമാണ് ചരിത്രപ്രസിദ്ധമായ ഹിത്തേൻ യുദ്ധം നടക്കുന്നതും ജെറുസലേം തിരിച്ചുപിടിക്കുന്നതും. ഹിത്തേൻ യുദ്ധത്തിന് ആ നിർണായക വിജയത്തിന് ശേഷമാണ് സലാഹുദ്ദീന്റെ സൈന്യം ഏകദേശം ഒരു നൂറ്റാണ്ടിനു ശേഷം ഇസ്ലാമിക ലോകത്തിനായി ജെറുസലേം നഗരം തിരിച്ചുപിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. സലാഹുദ്ദീനും അയ്യൂബിദുകളും തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചൊരു രീതി പിന്നീട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ ഒരു സാമ്രാജ്യത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മംലൂക്കുകൾ ആരായിരുന്നു ഇവർ? ശരിക്കും പറഞ്ഞാൽ അടിമകളായി കൊണ്ടുവന്ന പടയാളികളായിരുന്നു. തങ്ങളുടെ യജമാനന്മാരായ അയ്യൂബിദ് സുൽത്താൻമാരെ സേവിക്കാൻ വേണ്ടി കൊണ്ടുവന്നവർ. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അവർ അധികാരം പിടിച്ചെടുത്ത് സ്വയം ശക്തരായ സുൽത്താൻമാരായി മാറി. അതൊരു അസാധാരണമായ കഥയാണ്. അവരുടെ ആ നീണ്ട ഭരണകാലത്തെ നമുക്ക് പ്രധാനമായും 2 ആയിട്ട് തിരിക്കാം. ആദ്യം വന്ന ബഹ്റി മംലൂക്കുകളും പിന്നീട് വന്ന ബുർജി മംലൂക്കുകളും. ആദ്യത്തെ കൂട്ടർ തുർക്കി വംശജരായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ സർക്കാസിയൻ വംശജരും. ഇവരുടെ ഭരണരീതികളിലും സൈനിക തന്ത്രങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മംലൂക്കുകൾ വെറും സാധാരണ യോദ്ധാക്കളായിരുന്നില്ല. അവർ അക്കാലത്തെ ഒരു സൂപ്പർ പവറായിരുന്നു. അജേയരെന്ന് എല്ലാവരും കരുതിയിരുന്ന മംഗോൾ സൈന്യത്തിന്റെ മുന്നേറ്റം ഐൻ ജാലൂത്ത് എന്ന യുദ്ധത്തിൽ വെച്ച് തടഞ്ഞു നിർത്തിയെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ശക്തി നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ ഈ 600 വർഷങ്ങൾ മുഴുവൻ യുദ്ധങ്ങളുടെ മാത്രം കാലഘട്ടമായിരുന്നില്ല കേട്ടോ. ഇത് അറിവിന്റെയും കലയുടെയും ശാസ്ത്രത്തിന്റെയും ഒരു സുവർണകാലം കൂടിയായിരുന്നു. വാസ്തുവിദ്യയിലും സാഹിത്യത്തിലുമൊക്കെ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടം. അതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഫാത്തിമിദുകൾ കൈറോയിൽ സ്ഥാപിച്ച ദാറുൽ ഹിക്മ, അതായത് ഹൗസ് ഓഫ് വിസ്ഡം. ഇന്നത്തെ ഒരു വലിയ യൂണിവേഴ്സിറ്റി പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ അറിവ് തേടി ഒത്തുകൂടിയൊരിടമായിരുന്നു അത്. ഇങ്ങനെയുള്ള വിജ്ഞാന കേന്ദ്രങ്ങളിലാണ് ഇബ്നു ഹൈതമിനെ പോലുള്ള മഹാരഥന്മാർ വളർന്നുവന്നത്. ആ കാലഘട്ടത്തിലെ ബൗദ്ധിക മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയുമോ? പ്രകാശശാസ്ത്രത്തിൽ അദ്ദേഹം നടത്തിയ പഠനങ്ങൾ, പ്രത്യേകിച്ച് കിതാബുൽ മനാഹിർ അഥവാ ബുക്ക് ഓഫ് ഓപ്റ്റിക്സ് എന്ന പുസ്തകം. നമ്മളിന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സയന്റിഫിക് മെത്തേഡില്ലേ, അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്.
പക്ഷേ എല്ലാ സാമ്രാജ്യങ്ങളെയും പോലെ നൂറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിനു ശേഷം മംലൂക്കുകൾക്കും ഒരു അന്ത്യം നേരിടേണ്ടിവന്നു. കിഴക്കുനിന്ന് പുതിയൊരു ശക്തി ഉദിച്ചുയരുകയായിരുന്നു: ഓട്ടോമൻ സാമ്രാജ്യം. അതെ, 1517 വളർന്നുവന്ന ഓട്ടോമൻ സാമ്രാജ്യം മംലൂക്കുകളെ പരാജയപ്പെടുത്തി. അതോടുകൂടി മംലൂക്ക് രാജവംശം അവസാനിച്ചു. നമ്മൾ ഈ സംസാരിച്ച 600 വർഷത്തെ ചരിത്രത്തിന് ഒരു പൂർണ്ണവിരാമമായി. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നമ്മൾ എന്താണ് ഓർത്തുവെക്കേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. കൈറോ എന്ന മഹാനഗരത്തിന്റെ ഉദയം. 2. കുരിശുയുദ്ധങ്ങളും മംഗോൾ ആക്രമണങ്ങളും പോലുള്ള വലിയ ഭീഷണികളെ നേരിട്ട ഇതിഹാസതുല്യമായ സൈനിക പോരാട്ടങ്ങൾ. പിന്നെ 3-ാമത്തേത് ലോകത്തെ തന്നെ സ്വാധീനിച്ച മഹത്തായ ബൗദ്ധികവും ശാസ്ത്രീയവുമായ പുരോഗതി. അപ്പോൾ ഈ കഥകളൊക്കെ കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഫാത്തിമീദുകൾ സ്ഥാപിച്ച കെയ്റോ മുതൽ മംലൂക്കുകളുടെ വാസ്തുവിദ്യ വരെ, ഈ സാമ്രാജ്യങ്ങളുടെയൊക്കെ പൈതൃകം ഇന്നും നമ്മുടെ ഈ ആധുനിക ലോകത്തെ ഏതൊക്കെ രീതികളിലാണ് രൂപപ്പെടുത്തുന്നത്? അതൊരു നല്ല ചോദ്യമാണല്ലേ?